പാലക്കാട് മുണ്ടൂരിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ 61കാരൻ മരിച്ചു. മുണ്ടൂർ ഞാറക്കാട് സ്വദേശി കുമാരനെയാണ് കാട്ടാന ആക്രമിച്ചത്. ഇന്ന് പുലർച്ചെ 3:30-നായിരുന്നു അപകടം. വീടിന് മുറ്റത്തേക്ക് ഇറങ്ങിയ കുമാരനെ കാട്ടാന ആക്രമിക്കുകയായിരുന്നു. കുമാരനെ ആക്രമിച്ച കാട്ടാന ഇപ്പോഴും പ്രദേശത്ത് തന്നെ നിലയുറപ്പിച്ചിട്ടുണ്ട്. ജനവാസ മേഖലയിലാണ് ആന ഇപ്പോഴുള്ളത്. ദിവസങ്ങളായി പ്രദേശത്ത് നാട്ടുകാരുടെ കൃഷിയടക്കം നശിപ്പിക്കുകയാണ് കാട്ടാന. ഇതിന് പിന്നാലെയാണ് ഒരു ജീവനെടുക്കുന്ന നിലയിലേക്ക് സംഭവം മാറുന്നത്. ജനങ്ങൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. കാലാകാലമായി വനം വകുപ്പ് ചെയ്ത പ്രവർത്തനങ്ങൾ, അതിനു ചിലവഴിച്ച തുകയും പരിശോധിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നു. കളക്ടർ അടക്കമുള്ള പ്രതിനിധികൾ എത്തി തീരുമാനം എടുത്താലേ ബോഡി എടുക്കാൻ സമ്മതിക്കൂ എന്നുള്ള നിലപാടിലാണ് നാട്ടുകാർ. സ്ഥിരമായി ഉണ്ടാവുന്ന കാട്ടാനയുടെ ആക്രമണം ജീവിതം നശിപ്പിക്കുന്നു എന്നും നാട്ടുകാർ പറയുന്നു. കുമാരന്റെ മരണം ഉറപ്പായിട്ടും വീടിനുള്ളിൽ നിന്നും പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയിലായിരുന്നു എല്ലാവരും. പാലക്കാട് DFO പറയുന്നത് ഇതിനെ ഓടിച്ചതാണെന്നും രാവിലെ ആന തിരിച്ചെത്തിയതാണെന്നും 5-6 മാസമായി ഇങ്ങനെ ആനയുടെ ശല്യം ഇവിടെ ഇല്ല എന്നാണ് അവർ അവകാശപ്പെടുന്നത്. സംഭവിച്ചതിൽ ഖേദവും പ്രകടിപ്പിച്ചു. പക്ഷേ നാട്ടുകാർ പറയുന്നത് 2 മാസം മുൻപ് ഇവിടെ ഒരു മരണം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അലൻ എന്ന യുവാവാണ് മരണപ്പെട്ടത്. അമ്മയോടൊപ്പം വരുമ്പോൾ അമ്മയ്ക്ക് പരിക്കേൽക്കുകയും അമ്മയുടെ മുന്നിലിട്ടാണ് അലൻ മരണപ്പെടുന്നതും. കേരളത്തിൽ വീണ്ടും കാട്ടാനാക്രമണ മരണം ഉണ്ടാകുമ്പോൾ, ഈ പ്രദേശത്ത് തന്നെ ആന ഉണ്ടാവുമ്പോൾ എന്തുകൊണ്ടാണ് അധികൃതർ ഇത്തരത്തിലുള്ള നിലപാടുകൾ എടുക്കുന്നത്? ഫെൻസിംഗ് ജോലികൾ പോലും സർക്കാർ നടപ്പാക്കിയിട്ടില്ല. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ഇതിൽ ഒരു പഠനം നടത്താനോ വേണ്ട പ്രവർത്തനങ്ങൾ വിലയിരുത്താനോ തയ്യാറാകുന്നില്ല. വനം വകുപ്പ് ഇതിന് തയ്യാറാകാത്തതിന് പ്രതിഷേധം നാട്ടുകാർ രേഖപ്പെടുത്തുന്നു. റെയിൽ ഫെൻസിംഗ്, ഹാങ്ങിങ് ഫെൻസിംഗ്, റബ്ബർ ബുള്ളറ്റിംഗ് സിസ്റ്റം ഉണ്ടാവണമെന്നാണ് നാട്ടുകാർ പറയുന്നത്. പക്ഷേ ഇതിന്റെ ആവശ്യകതയോ അവിടെ ജനങ്ങൾ ജീവിക്കുന്ന ബുദ്ധിമുട്ടോ ഇപ്പോഴും വനം വകുപ്പും സർക്കാരും തിരിച്ചറിയുന്നില്ല. ഞങ്ങളുടെ ആശങ്ക എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് 5-6 മാസമായിട്ട് ഈ ഏരിയ ഫുള്ളായിട്ട് ആനശല്യം കൊണ്ട് പൊറുതിമുട്ടി ജനം എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഇതിപ്പോ വീടിനകത്തുനിന്നുള്ള വലിച്ചെറിയിച്ച അടിച്ചു കൊല്ലുവാണല്ലോ ഇത്. എങ്ങനെ മനുഷ്യൻ ജീവിക്കും? റെയിൽ ഫെൻസിംഗ് ഇടാൻ പല പ്രാവശ്യം പറഞ്ഞ കേസാണ്. റെയിൽ ഫെൻസിംഗുമായിട്ട് ബന്ധപ്പെട്ട് പല പ്രാവശ്യം പറഞ്ഞാണ്. ഇതുവരെ ഉദ്യോഗസ്ഥന്മാർ ഇത് അടിച്ചു മാറ്റാൻ വേണ്ടി ഈ ദിവസങ്ങളിലും ആഴ്ചകളിലും മാസങ്ങളിലും ഉള്ള പൈസ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ ഉദ്യോഗസ്ഥന്മാർ ഈ കേരളത്തിലെ 50 കോടി ഒരു ദിവസം 50 കോടി രൂപയെങ്കിലും ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ അടിച്ചു മാറ്റുന്നുണ്ട്.